നമ്മുടെ ശരീരത്തിലെ ഇരുമ്പ്, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നക്ഷത്രങ്ങളുടെ അവശിഷ്ടത്തിലാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ഞാനും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പല ഡോക്യുമെൻ്ററീസിലും പ്രശസ്തമായ വാചകങ്ങളിലും കാൾ സാഗൻ പറഞ്ഞതായിട്ടോ അത് കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ ആക്ച്വലി അത് സത്യമാണോ എന്നൊരു സംശയം എനിക്കിടയ്ക്കുണ്ടായി. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന നമ്മുടെ മൂലകങ്ങളെ അടുക്കി വെച്ചിരിക്കുന്ന പ്രപഞ്ചത്തിലെ സകല മൂലകങ്ങളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അതിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളും നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഓക്കെ, ആ പറയുന്നതിൽ ഒരു സത്യമുണ്ട്, അതിനുള്ളിൽ തന്നെ ഒരു കള്ളവ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ. ഭൂമിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന 94 മൂലകങ്ങളുണ്ട്. ഓരോന്നിൻ്റെയും ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോണുകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഹൈഡ്രജൻ 1 പ്രോട്ടോൺ, ഹീലിയത്തിന് 2, കാർബണിന് 6. അങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിച്ച ആ മൂലകങ്ങളിലൂടെ ഒക്കെ തന്നെ കണ്ണോടിച്ച് താഴേക്ക് വന്നാൽ ഒടുവിൽ 26ാമത്തെ സ്ഥാനത്ത് ശാന്തമായിരിക്കുന്ന ഇരുമ്പിൽ നിങ്ങളെത്തും, അയൺ. ഇനി നിങ്ങളൊരു സയൻറ്റിസ്റ്റിനോട് ചോദിക്കുകയാണ്, ഈ മൂലകങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്? അവർ കൃത്യമായി പറയും, നക്ഷത്രങ്ങൾക്കുള്ളിലെ വലിയ ചൂടിലെ ചെറിയ ആറ്റങ്ങൾ ഒഴുകിച്ചേർന്നാണ് ഇവയുണ്ടായത്, അതായത് ഫ്യൂഷൻ വഴിയാണ് ഇവയുണ്ടായത് എന്ന്. ഇത് കേൾക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നും. അവർ അടുത്ത വാചകം പറയുന്നത് വരെ. നക്ഷത്രങ്ങൾ ഇരുമ്പിലെത്തുമ്പോൾ ഫ്യൂഷൻ നിർത്തുന്നു. പതിയാകുന്നതല്ല, പാടുപെടുന്നതല്ല, പൂർണ്ണമായിട്ടും നക്ഷത്രങ്ങളിൽ ഇരുമ്പിനപ്പുറത്തേക്ക് ഫ്യൂഷനിലൂടെ എലമെൻസിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, പീരിയോഡിക് ടേബിൾ 26ാമത് അവസാനിക്കുന്നില്ലല്ലോ. കോപ്പർ, സിൽവർ, പ്ലാറ്റിനം, സ്വർണം, യുറേനിയം എന്നിങ്ങനെ 68 സ്വാഭാവിക മൂലകങ്ങൾ കൂടി ബാക്കിയുണ്ട്. അവയെല്ലാം യഥാർത്ഥമാണ്, അതൊക്കെ തന്നെ ഭൂമിയിൽ ഉണ്ട് താനും. ഇവിടെയാണ് യഥാർത്ഥ മിസ്റ്ററി ഉള്ളത്. നക്ഷത്രങ്ങൾ അയണിലെത്തുമ്പോൾ ബാക്കിയുള്ള മൂലകങ്ങളുടെ നിർമ്മാണം അവസാനിപ്പിക്കുന്നുവെങ്കിൽ ഇരുമ്പിന് ശേഷമുള്ള മൂലകങ്ങൾ എങ്ങനെ ഉണ്ടായി? നമ്മുടെ വിരലിൽ ഇരിക്കുന്ന ആ സ്വർണ്ണ മോതിരം എവിടെ നിന്നാണ് വന്നത്? ഈ രഹസ്യമഴിക്കാൻ ആദ്യം ഇരുമ്പിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നമ്മൾ കണ്ടെത്തണം. നക്ഷത്രങ്ങൾ എന്തുകൊണ്ട് അവിടെ വെച്ച് പണിമുടക്കുന്നു എന്നതിൻ്റെ ശാസ്ത്രീയത നോക്കണം. എങ്ങനെയാണ് ഓരോ മൂലകങ്ങളും നിർമ്മിക്കപ്പെടുന്നതെന്ന് അറിയണം. ബിഗ് ബാങ്ങിന് ശേഷമുള്ള ആദ്യത്തെ ഏതാനും മിനിറ്റുകളുണ്ടല്ലോ, അപ്പോൾ പ്രപഞ്ചം മുഴുവൻ അതിഭയങ്കരമായിട്ടുള്ള ചൂടുള്ളൊരു അടുപ്പായിരുന്നു. ആ വലിയ അടുപ്പിൽ വെച്ച് ഹൈഡ്രജനും ഹീലിയവും ഒക്കെ ഉണ്ടായി. കൂടാതെ ചെറിയ അളവിൽ ലിഥിയവും ബെർലിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് പ്രപഞ്ചം വികസിച്ചു, തണുത്തു, ആ അടുപ്പ് അണഞ്ഞു. ഏതാണ്ട് 20 മിനിറ്റുകൾ കൊണ്ട് എല്ലാം അവസാനിച്ചു. അതൊരു വലിയ പ്രശ്നമായിരുന്നു. പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഭാരം കുറഞ്ഞ 2 മൂലകങ്ങളെ ഉണ്ടാവുന്നുള്ളൂവല്ലോ ബിഗ് ബാങ്ങിന് ശേഷം. സോ കാർബൺ ഇല്ല, ഓക്സിജൻ ഇല്ല, വെറും വാതകങ്ങളായ ഹൈഡ്രജനും ഹീലിയവും പിന്നെ ചില എലമെൻസിൻ്റെ കുറച്ചളവും. സോ പിന്നെ എങ്ങനെ നമ്മളുണ്ടായി? അവിടെയാണ് ഗ്രാവിറ്റി രംഗപ്രവേശനം ചെയ്യുന്നത്. ഗ്രാവിറ്റി ഹൈഡ്രജൻ മേഘങ്ങളെ വലിച്ചു ചുരുങ്ങുമ്പോൾ വാതകങ്ങൾക്ക് ചൂട് കൂടി. അങ്ങനെ ആ മേഘങ്ങളുടെ കേന്ദ്രം 15 ദശലക്ഷം ഡിഗ്രിയിലെത്തിയപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. 4 ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടി ചേർന്ന് ഒരു ഹീലിയമായി മാറി. എങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ നക്ഷത്രം ഉണ്ടായത് എന്നുള്ള വീഡിയോയിൽ നമ്മളത് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു മാജിക് ഉണ്ട്. കൂടിച്ചേർന്നുണ്ടായ ഹീലിയത്തിന് 4 ഹൈഡ്രജനേക്കാൾ അല്പം ഭാരം കുറവാണ്. ആ ഭാരമാണ് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട മാസ് എനർജിയായിട്ട് പുറത്തു വന്നു എന്ന അവസ്ഥ. അതായത് മാസ് എനർജിയായിട്ട് പുറത്തേക്ക് തള്ളി ഗ്രാവിറ്റി അതിനെ ഉള്ളിലേക്ക് വലിച്ച് ഇതിനെയൊക്കെ ബാലൻസ് ആക്കി നക്ഷത്രം ഇങ്ങനെ നിലനിന്നു പോയി. അതിനെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ സൂര്യനൊക്കെ ഏകദേശം 450 കോടി വർഷങ്ങളായിട്ട് ഇതാണ് ചെയ്യുന്നത്. ഇതൊരു ബിസിനസ് പോലെയാണ്. ഓരോ ഫ്യൂഷനും നക്ഷത്രത്തിന് ഊർജ്ജം ലാഭമായി കൊടുക്കുന്നു. ആ ലാഭമാണ് നക്ഷത്രം ആക്റ്റീവായി നിർത്തുന്നത്. എന്നാൽ ഹൈഡ്രജൻ്റെ ഇന്ധനം തീർന്നാലോ? പുറത്തേക്ക് തള്ളാൻ എനർജി ഇല്ലാതെ ആ നക്ഷത്രം സ്വന്തം ഭാരം താങ്ങാനാകാതെ വീണ്ടും ഉള്ളിലേക്ക് ചുരുങ്ങും. ചൂട് വീണ്ടും കൂടും. അപ്പോൾ അത് ബാക്കി വന്ന ഹീലിയം കത്തിച്ച് കാർബൺ ആക്കും. പിന്നെ കാർബൺ കത്തിച്ച് ഓക്സിജൻ, പിന്നെ സിലിക്കൺ. ഈ യാത്രയുടെ വേഗത കേട്ടാൽ നമ്മൾ ഞെട്ടും. ദശലക്ഷക്കണക്കിന് വർഷം ഹൈഡ്രജൻ കത്തിച്ച നക്ഷത്രം അവസാനത്തെ സിലിക്കൺ കത്തിച്ച് തീർക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ്. സിലിക്കൺ കത്തിച്ചത് ഇരുമ്പിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ അവിടെ വെച്ച് എല്ലാം സ്റ്റോപ്പാവുന്നു. എന്തുകൊണ്ട്? ഇരുമ്പിനെ മാത്രം നക്ഷത്രങ്ങൾക്ക് ഇത്ര പേടി എന്താണ്? ഇതറിയാൻ ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക്, അതായത് ന്യൂക്ലിയസിലേക്ക് നമ്മൾ സൂം ചെയ്യണം. ഒരു വലിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ചെറിയ അരിമണിയാണ് ന്യൂക്ലിയസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സൈസ് കമ്പാരിസൺ വെച്ച് നോക്കിയാൽ അതിനുള്ളിൽ പ്രോട്ടോണുകൾ തിങ്ങിയിരിക്കുകയാണ്. പോസിറ്റീവ് ചാർജുള്ള അവ പരസ്പരം റിപ്പൽ ചെയ്യും. എന്നിട്ട് അവ തെറിച്ചു പോകാത്തത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊരു വലിയ പശ അവയെ ഒട്ടിച്ചു നിർത്തുന്നത് കൊണ്ടാണ്. അതൊരു യൂണിവേഴ്സൽ ഫോഴ്സാണ്. പക്ഷേ ആ ഒരു ഒട്ടിച്ചു നിർത്തുന്ന ബലത്തിനൊരു കുഴപ്പമുണ്ട്. അതിന് വലിയ നീളത്തിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്തിരിക്കുന്നവരെ മാത്രമേ അതിന് ഒട്ടിച്ച് ചേർക്കാൻ പറ്റൂ. ഇരുമ്പിലെത്തുമ്പോൾ ന്യൂക്ലിയസ് ഒരുപാട് വലുതായി കഴിഞ്ഞു. ഇനി ഒരു പ്രോട്ടോണിനെ കൂടി ചേർത്താൽ ആ പുതിയ ആൾക്ക് തൊട്ടടുത്തുള്ള ആ ഒരു അംഗങ്ങളുടെ ഫോഴ്സ് മാത്രമേ കിട്ടൂ. ന്യൂക്ലിയസിൻ്റെ മുഴുവൻ പ്രോട്ടോണുകളുടെയും റിപ്പൾഷൻ അതേസമയം അനുഭവിക്കുകയും ചെയ്യണം. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് റിപ്പലിന് ദൂരത്തിൻ്റെ പരിധിയില്ല.
പക്ഷേ സ്ട്രോങ് ആൻഡ് ന്യൂക്ലിയർ ഫോഴ്സുകൾ വളരെ ചെറിയ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇരുമ്പിന് മുകളിലേക്ക് എന്തെങ്കിലും നിർമ്മിക്കാൻ നക്ഷത്രം ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഊർജ്ജം പുറത്തേക്ക് വരില്ല. പകരം നക്ഷത്രത്തിൻ്റെ ഊർജ്ജം അത് വലിച്ചെടുക്കും. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ലാഭത്തിൽ മാത്രം ഓടുന്ന ഒരു ഫാക്ടറി പെട്ടെന്ന് വലിയ കടത്തിലായാലും എന്ത് സംഭവിക്കും? പിന്നെ അവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ. ഒരു സെക്കൻഡിനുള്ളിൽ നക്ഷത്രത്തിന് ഗുരുത്വാകർഷണത്തെ തടഞ്ഞു നിർത്താൻ കഴിയാതെ വരുന്നു. നക്ഷത്രം ഉള്ളിലേക്ക് തകർന്നു വീഴും. ഭൂമിയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്ന ഇരുമ്പ് കോർ വെറും ഒരു നഗരത്തിൻ്റെ വലിപ്പത്തിലേക്ക് അതിവേഗം ചുരുങ്ങും. എന്നിട്ടോ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ പൊട്ടിത്തെറികളിൽ ഒന്ന് അവിടെ സംഭവിക്കും. ദാറ്റ് ഈസ് സൂപ്പർനോവ. നക്ഷത്രം തൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി വെച്ച മൂലകങ്ങളെല്ലാം ബഹിരാകാശത്തേക്ക് തെറിച്ചു പോകും. ആ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ശരീരത്തിലെ ഓക്സിജനും ഇരുമ്പും ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ എല്ലാം പൂർണ്ണമായി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. യഥാർത്ഥ മിസ്റ്ററി അവിടെ കിടക്കുന്നതേ ഉള്ളൂ. കാരണം ഇരുമ്പ് 26ാമത്തെ മൂലകമാണ്. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള അയോഡിൻ 53ാമത്തേതാണ്. ഭൂമിയിലെ സ്വർണം 79ാമത്തേതാണ്. യുറേനിയം 92ാമത്തേതാണ്. നക്ഷത്രങ്ങൾക്ക് ഫ്യൂഷൻ വഴി ഇത് നിർമ്മിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇനി നമുക്ക് പ്രപഞ്ചം സ്വർണ്ണമുണ്ടാക്കിയ രഹസ്യത്തിലേക്ക് വന്നാലോ. മുൻവാതിലൂടെ കടക്കാൻ കഴിയാത്തതുകൊണ്ട് നേച്ചർ ഇവിടെ ഒരു പിൻവാതിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രോട്ടോണുകൾ തമ്മിലുള്ള വികർഷണമാണല്ലോ ഇരുമ്പിന് ശേഷമുള്ള ഫ്യൂഷനെ തടയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിന് പകരം വേറൊരാളെ അയച്ചാലോ? ചാർജ് ഇല്ലാത്തൊരു പാർട്ടിക്കിൾ. അതെ, ന്യൂട്രോൺ. ന്യൂട്രോണിന് ഇലക്ട്രിക് ചാർജ് ഇല്ല. അതുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ, ഒരു ബാരിയറും ഇല്ലാതെ അതിന് ന്യൂക്ലിയസിനുള്ളിലേക്ക് അനായാസം കയറിപ്പോകാൻ പറ്റും. അങ്ങനെ ഒരു ന്യൂട്രോൺ ഉള്ളിൽ കയറി കൂടിയാൽ ന്യൂക്ലിയസിന് ഒരു അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ഇന്നിക്വിലിബ്രിയം വരും. അത് പരിഹരിക്കാൻ ആ ന്യൂട്രോൺ പെട്ടെന്നൊരു പ്രോട്ടോണായി മാറും. ദാറ്റ് ഈസ് ബീറ്റ ഡീകെ. നോക്കൂ, ഫ്യൂഷൻ്റെ മുൻവാതിൽ തുറക്കാതെ തന്നെ നമ്മൾ പുതിയൊരു മൂലകത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. വയസ്സായ ഭീമൻ നക്ഷത്രങ്ങളിൽ വർഷങ്ങളും ദശാബ്ദങ്ങളും എടുത്ത് വളരെ പതുക്കെ ന്യൂട്രോണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടുത്ത ന്യൂട്രോൺ വരുന്നതിന് മുമ്പ് അസ്ഥിരമായിട്ടുള്ള ന്യൂക്ലിയസുകൾക്ക് മാറാൻ സമയവും ലഭിക്കും. സയൻറ്റിസ്റ്റുകൾ ഇതിനെ എസ് പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ഇത് നടക്കുന്നുണ്ടോ? ഉണ്ട്. ചില ഭീമൻ നക്ഷത്രങ്ങളിൽ ടെക്നീഷ്യം എന്ന് പറയുന്ന മൂലകം കണ്ടെത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വർഷം ആയുസ് മാത്രമുള്ള അത് ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ ഈ അടുത്ത നക്ഷത്രത്തിൽ തന്നെ നിർമ്മിച്ചതാകണം. ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത തെളിവാണ്. അപ്പോൾ രഹസ്യം അഴിഞ്ഞു അല്ലേ? ഇരുമ്പിന് ശേഷമുള്ള സ്വർണവും യുറേനിയവും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പതുക്കെയുള്ള എസ് പ്രോസസ് വഴിയാണ്. അല്ല, അവിടെയാണ് നേച്ചറിൻ്റെ അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ഈ പതുക്കെയുള്ള പരിപാടി വെച്ച് 83ാമത്തെ മൂലകമായ ബിസ്മിത്ത് വരെ മാത്രമേ എത്താൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് പോയാൽ അടുത്ത ന്യൂട്രോൺ വരുന്നതിന് മുൻപ് ന്യൂക്ലിയസ് തകർന്നു പോകും. നമുക്കിപ്പോഴും യുറേനിയത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഭൂമിയിലുള്ള അത്രയും സ്വർണം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. പതുക്കെ പോയാൽ നടക്കില്ലെങ്കിൽ പിന്നെ എന്താണ് വഴി? ഒരേ ഒരു വഴിയേ ഉള്ളൂ. ന്യൂക്ലിയസ് തകർന്നു പോകുന്നതിന് മുമ്പ് ഡസൻ കണക്കിന് ന്യൂട്രോണുകളെ ഒറ്റയടിക്ക് അതിലേക്ക് കുത്തി നിറയ്ക്കണം. അതായത് ഒരു സെക്കൻഡിൽ 1 ട്രില്യൺ ന്യൂട്രോണുകളുടെ വേഗത്തിലുള്ള ഒരു വലിയ പ്രളയം. അതിനെയാണ് ആർ പ്രോസസ്സ് അഥവാ റാപ്പിഡ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ചിന്തിച്ചു നോക്കിയേ, പ്രപഞ്ചത്തിൽ എവിടെയാണ് ഇത്രയും ന്യൂട്രോണുകളുടെ ഒരു പ്രളയം നമ്മൾ കണ്ടെത്തുക? ദശാബ്ദങ്ങളായി സയൻറ്റിസ്റ്റുകൾക്ക് ഇതിന് ഉത്തരമില്ലായിരുന്നു. സൂപ്പർനോവകളിൽ പോലും ഇതിന് വേണ്ടത്ര ന്യൂട്രോണുകളില്ല എന്ന് മോഡലുകൾ തെളിയിച്ചു. പിന്നെ എവിടെയാണ് ആ സ്വർണ്ണ ഫാക്ടറി ഒളിഞ്ഞിരിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ട ആ സൂപ്പർനോവ പൊട്ടിത്തെറിയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകണം. ആ വലിയ പൊട്ടിത്തെറിക്ക് ശേഷം നടുവിൽ ബാക്കിയാകുന്ന ഒരു ചെറിയ കോറുണ്ടല്ലോ, ചിലപ്പോൾ അതൊരു ബ്ലാക്ക് ഹോൾ ആകില്ല. അതിലെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഒന്നിച്ചമർന്ന് എല്ലാം ന്യൂട്രോണുകളായി മാറിയിട്ടുണ്ടാവാം. വെറും ഒരു നഗരത്തിൻ്റെ വലിപ്പമുള്ള, എന്നാൽ 1 ടീസ്പൂൺ എടുത്താൽ 1 ബില്യൺ ടൺ ഭാരമുള്ള ഒരു ഭീകരൻ ന്യൂട്രോൺ സ്റ്റാർ. ഒരു നക്ഷത്രം മുഴുവൻ വെറും ന്യൂട്രോൺ മാത്രമായി മാറിയ ഒരു അവസ്ഥയാണ്. ഇനി ഒന്ന് ഇമേജിൻ ചെയ്തേ, ഇതുപോലെയുള്ള 2 ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം ചുറ്റിക്കൊണ്ടിരുന്നാലോ? കാലങ്ങൾ കഴിയുന്തോറും ഗ്രാവിറ്റേഷണൽ തരംഗങ്ങളായി ഊർജ്ജം നഷ്ടപ്പെട്ട് അവ പരസ്പരം അടുത്തടുത്ത് വരും. അവസാനത്തെ സെക്കൻഡുകളിൽ പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ അവ ചുറ്റും. എന്നിട്ട് അതിഭയങ്കരമായിട്ടുള്ളൊരു കൂട്ടിയിടി. ആ കൂട്ടിയിടിയിൽ ശുദ്ധമായിട്ടുള്ള ന്യൂട്രോണുകളുടെ ഒരു വലിയ പ്രളയം ബഹിരാകാശത്തേക്ക് തെറിക്കും. പ്രപഞ്ചത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ന്യൂട്രോൺ ഫ്ലഡ്. അവിടെ വെച്ചാണ് അതിവേഗം റാപ്പിഡ് പ്രോസസ്സ് അഥവാ ആർ പ്രോസസ്സ് നടക്കുന്നത്. ഭീമാകാരമായി വീർക്കുന്ന ന്യൂക്ലിയസുകൾ പെട്ടെന്ന് ഡീക്കേ ആയി താഴേക്ക് വരും. നമ്മൾ അന്വേഷിച്ച് നടന്ന സ്വർണവും പ്ലാറ്റിനവും യുറേനിയവും എല്ലാം ഉണ്ടാകുന്നത് ആ നരകതുല്യമായ തീച്ചൂളയിലാണ്. നമ്മുടെ സൗരയൂഥത്തിലെ മൂലകങ്ങളുടെ അളവ് പരിശോധിച്ചാൽ തിയറി പ്രവചിച്ച അതേ കൊടുമുടികൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ശാസ്ത്രജ്ഞരുടെ വെറും തിയറിയാണോ? ആയിരുന്നെങ്കിലെന്ന് തോന്നിപ്പോകാം അല്ലേ? പക്ഷേ 2017 ഓഗസ്റ്റ് 17 വരെ ഇതൊക്കെ വെറും തിയറിയാണെന്ന് പറഞ്ഞവരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ ദിവസത്തിൽ മനുഷ്യർ ഭൂമിയിലുണ്ടാക്കിയ ലിഗോ, വിർഗോ ഡിറ്റക്ടറുകൾ സ്പേസ് ടൈമിൽ ഒരു വേവ് കണ്ടെത്തി. ലിഗോയെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. ഈ കണ്ടെത്തിയ വേവ് 2 ന്യൂട്രോൺ സ്റ്റാറുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന തരംഗമാണ്. അത് ഉടനെ ഭൂമിയിലെയും ബഹിരാകാശത്തെയും 70ഓളം ടെലസ്കോപ്പുകളെ അങ്ങോട്ട് തിരിപ്പിച്ചു. അവിടെ 130 ദശലക്ഷം പ്രകാശവർഷം അകലെയുള്ള NGC 4993 എന്ന ഗാലക്സിയിൽ അവർ ആ കാഴ്ച കണ്ടു.
ആ കൂട്ടിയിടിയുടെ വെളിച്ചത്തിൽ സ്വർണവും പ്ലാറ്റിനവും സ്ട്രോൺഷ്യവും ഉൾപ്പെടെയുള്ള ഭാരമേറിയ മൂലകങ്ങൾ ജനിക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവ് അവർ അതിലെ സ്പെക്ട്രത്തിലൂടെ കണ്ടെത്തി. ഭൂമിയുടെ പല മടങ്ങ് ഭാരമുള്ള സ്വർണമാണ് ആ ഒറ്റ കൂട്ടിയിടിയിൽ അവിടെ ഉണ്ടായത്. തീർച്ചയായിട്ടും സയൻസ് അവിടെ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. വളരെ പഴയ നക്ഷത്രങ്ങളിലെ മൂലകങ്ങളെ വിശദീകരിക്കാൻ ചില അപൂർവ സൂപ്പർനോവകളും ഇതിന് കാരണമായേക്കാം എന്നുള്ള ചർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാം പൂർണ്ണമായി കണ്ടെത്തിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ തെളിവുകൾക്കപ്പുറത്താണ് സംസാരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ചുള്ള തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയും പഠനങ്ങൾ നടക്കണം. നമുക്ക് തുടങ്ങിയിടത്തേക്ക് തന്നെ വരാം. നിങ്ങളുടെ കൈകളിലേക്ക് ഒന്നുകൂടി നോക്കിയേ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ വെള്ളത്തിലുള്ള ഹൈഡ്രജൻ പ്രപഞ്ചമുണ്ടായ ആദ്യ മിനിറ്റുകൾ ജനിച്ചതാണ്. നമ്മുടെ DNA കാർബൺ ഏതോ നക്ഷത്രത്തിനുള്ളിൽ ജനിച്ചതാണ്. നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ സൂപ്പർനോവയിലൂടെ പുറത്തു വന്നതാണ്. നിങ്ങളുടെ ചോരയിലെ ഇരുമ്പ് തകർന്നു വീണ ഏതോ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ചിതാഭസ്മമാണ്. എന്നാൽ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണമോതിരമോ അല്ലെങ്കിൽ സ്വർണ്ണ ചെയിനോ അതൊരു നക്ഷത്രത്തിലോ ഉണ്ടായതല്ല. മരണപ്പെട്ട 2 ഭീമൻ നക്ഷത്രങ്ങൾ ന്യൂട്രോൺ സ്റ്റാറുകളായി മാറി. അതിവേഗതയിൽ അവ പരസ്പരം കൂട്ടിയിടിച്ചു. അപ്പോൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അവിടെ ജനിച്ചതാണ് ആ സ്വർണം. അത് നടന്നിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായി. സ്പേസ് ടൈമിനെ വല്ലാതെ വളച്ചൊടിച്ച ആ മഹാവിസ്ഫോടനത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ കഴുത്തിലും കയ്യിലും ഒക്കെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് പീരിയോഡിക് ടേബിൾ വെറും ഒരു കെമിസ്ട്രി ചാർട്ടല്ല, അതൊരു വലിയ കുറ്റാന്വേഷണ രേഖയാണ്. പ്രപഞ്ചം മാറ്ററിനെ എങ്ങനെ നിർമ്മിച്ചു എന്നതിൻ്റെ കൃത്യമായ എവിഡൻസ്. നമ്മൾ നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയുന്നത് ഒരിക്കലും തെറ്റല്ല, പക്ഷേ അത് അപൂർണമാണ് എന്ന് മാത്രം. കാരണം നമ്മുടെ ചില ഭാഗങ്ങൾ അതിലും എത്രയോ സങ്കല്പിക്കാൻ കഴിയാത്ത ഇടങ്ങളിലാണ് ജന്മം എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുക. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്കും ബ്രോഡ്കാസ്റ്റിലേക്കും സ്വാഗതം. താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.